ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന് രാജ്യത്ത് ആവേശകരമായ വരവേൽപ്പ്. ജനങ്ങളിൽ ദേശസ്നേഹം ആഴത്തിൽ വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. എല്ലാവരും വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ പൌരന്മാർക്കുള്ള OCI മാനദണ്ഡങ്ങൾ കർശനമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ജമ്മുകശ്മീരിൽ ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അവയവദാന ദിനം. ബീഹാറിൽ കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വിവിധ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകിയ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം ഉൽപാദനശേഷിയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ഇത് മുൻനിരയിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3 സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ 4 പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയത്. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന് രാജ്യത്ത് ആവേശകരമായ വരവേൽപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ ഐക്യത്തോടെ കോർത്തിണക്കുകയും ദേശസ്നേഹം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ജനകീയ പ്രസ്ഥാനമായി ക്യാമ്പയിൻ മാറിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും നേടിയെടുത്ത സ്വതന്ത്ര ഇന്ത്യയെ കൂടുതൽ മികച്ചതാക്കാനുള്ള രാജ്യത്തെ 140 കോടി പൌരന്മാരുടെ ദൃഢനിശ്ചയമാണ് ഹർ ഘർ തിരങ്കയിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്നും ശ്രീ ഷാ ആഹ്വാനം ചെയ്തു. ഓരോ പൌരനിലും ദേശസ്നേഹം ആഴത്തിൽ വളർത്താനും ദേശീയ പതാകയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്നതിനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാനമാണ് ദേശീയ പതാകയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായി വസതിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ത്രിവർണ്ണ പതാക കൈകളിൽ ചേർത്തുപിടിച്ച് ദശലക്ഷക്കണക്കിന് ധീര ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലിയർപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. എല്ലാവരും വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്താനും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ആഹ്വാനം ചെയ്തു. हमारा राष्ट्र ध्वज देश का गौरव और सम्मान है। तिरंगे को हाथ में लेकर ही आजादी की लड़ाई में लाखों लोगों ने अपनी कुर्बानियां दी है देश की स्वतंत्रता के लिए। और फिर स्वतंत्रता दिवस आ रहा है, हमारा राष्ट्रीय पर्व। बहनों और भाइयों, अपने राष्ट्रीय पर्व को हम धूमधाम से मनाएं और अपने घर भी तिरंगा फहराएं। आज मैंने अपने परिवार के साथ तिरंगा फहराया है, आपने अभी तक फहराया कि नहीं तो अपने घर पर जरूर तिरंगा लहराएं। ഓഗസ്റ്റ് 15 ന്യൂഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 210 പഞ്ചായത്ത് തല നേതാക്കൾ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ മികച്ച അടിസ്ഥാന സൌകര്യങ്ങളും പൊതുസേവനങ്ങളും സാമൂഹിക സംരംഭങ്ങളും ഉറപ്പുവരുത്തുന്നതിൽ പങ്കുവഹിച്ച വനിതാ നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ഹർ ഘർ ജൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, മിഷൻ ഇന്ദ്രധനുഷ് തുടങ്ങി സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഇവർ ഗണ്യമായ വിജയം കൈവരിച്ചതായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക അതിഥികൾക്കുള്ള ഔപചാരിക അനുമോദന പരിപാടി നാളെ ന്യൂഡൽഹിയിൽ നടക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സദാസാർ ആപ്ലിക്കേഷനും പരിപാടിയിൽ പുറത്തിറക്കും. ഇന്ത്യൻ പൌരന്മാർക്കുള്ള OCI മാനദണ്ഡങ്ങൾ കർശനമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. OCI പദ്ധതിയുടെ ദുരുപയോഗം തടയുകയും സമഗ്രത നിലനിർത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു വ്യക്തിക്ക് 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചാലോ 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൃത്യത്തിന് കുറ്റപത്രം സമർപ്പിച്ചാലോ OCI രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വംശജർക്കും കുടുംബത്തിനും ദീർഘകാലം ഇന്ത്യയിൽ തുടരാൻ നൽകുന്ന അനുമതിയാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. തെരുവ് നായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നൽകിയ ഉത്തരവ് പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഡൽഹിയിലെ ജനവാസ മേഖലകളിൽ നിന്നും തെരുവ് നായകളെ സ്ഥിരം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. സുപ്രീംകോടതി ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ വ്യാപകമായി രംഗത്ത് വന്നിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അകറ്റുന്നതിനും അവബോധം വളർത്തുന്നതിനുമാണ് ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. മരണാനന്തരം അവയവം ദാനം ചെയ്യുന്ന വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന സ്മൃതി വന്ദനം പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അവയവദാനം സുതാര്യമായാണ് നടക്കുന്നതെന്ന് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മസ്തിഷ്കമരണം സംഭവിച്ച വ്യക്തികളിൽ നിന്ന് അവയവം സ്വീകരിക്കേണ്ട വ്യക്തികൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കണം. അവയവം ലഭ്യമാകുന്ന മുറയ്ക്ക് മുൻഗണനാക്രമം അനുസരിച്ച് കേസോട്ടയാണ് അവയവ വിന്യാസം നടത്തുന്നത്. അവയവ വിന്യാസം മുൻഗണനാക്രമം തെറ്റിക്കാതെ വളരെ സുതാര്യമായാണ് നടക്കുന്നത്. അതിനുശേഷമുള്ള ഫോളോ അപ്പും കേരള സ്റ്റേറ്റ് ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. മസ്തിഷ്കമരണാനന്തര അവയവദാനത്തിലൂടെ അവയവം ലഭിക്കുന്നതിന് ഇടനിലക്കാരന്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ ആശുപത്രികളുടെ നേരിട്ടുള്ള ഇടപെടലുകളോ ഇല്ല. എല്ലാം സർക്കാർ ഏജൻസിയായ കേസോട്ടം മുഖാന്തരം മാത്രമാണ് നടക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീംകോടതി രൂപീകരിക്കും. ഇതിനായി 4 അംഗങ്ങളുടെ പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറും സർക്കാരും നൽകണമെന്നാണ് നിർദ്ദേശം. UGC പ്രതിനിധിയെ UGC മുന്നോട്ട് വയ്ക്കും. കേസ് സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. തൃശൂരിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ BJP CPIM പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിൽ സന്ദർശിച്ചു. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന് നൽകിയ നോട്ടീസിന് അദ്ദേഹം ഇന്ന് മറുപടി നൽകും. അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിൽ ഊർജിത അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ജമ്മുകശ്മീരിൽ ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. മേഖലയിൽ സൈന്യത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ബീഹാറിൽ കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വിവിധ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ഗംഗ, ഗണ്ഡക്, സോൺ, കോസി, മഹാനന്ദ, ബാഗ്മതി നദികളിലെ വെള്ളപ്പൊക്കം 19 ലക്ഷത്തിലേറെ ജനങ്ങളെ ബാധിച്ചതായാണ് കണക്കുകൾ. നാളെയും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഭഗൽപൂർ, ബേഗുസരായ്, വൈശാലി, ഭോജ്പൂർ, ഖഗാരിയ, പട്ന ജില്ലകളെയാണ് വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചത്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായി ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച തിരങ്ക റാലിക്ക് മുഖ്യമന്ത്രി മണിക് സാഹ നേതൃത്വം നൽകി. ഒളിമ്പ്യൻ ദീപ കർമാക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർക്കൊപ്പം സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ളവർ റാലിയിൽ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 205 പോയിന്റ് ഉയർന്ന് 80,441-ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24,592-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 40 രൂപ കുറഞ്ഞ് 74,320 രൂപയും ഗ്രാമിന് 9,290 രൂപയുമാണ് ഇന്നത്തെ വില. ഗാസ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കായി ഖലീൽ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം ഈജിപ്തിലെത്തി. ഖത്തറിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ 60 ദിവസത്തെ വെടിനിർത്തൽ പുനരാരംഭിക്കാനാണ് മധ്യസ്ഥ രാഷ്ട്രമായ ഈജിപ്ത് ശ്രമിക്കുന്നത്. ഗാസയിലേക്ക് മാനുഷിക സഹായം തടസ്സം കൂടാതെ എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇത്. ദോഹയിൽ കഴിഞ്ഞ തവണ നടന്ന മധ്യസ്ഥ ചർച്ച ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പരസ്പര ആരോപണങ്ങളെ തുടർന്ന് സമവായമാകാതെ പിരിഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന് രാജ്യത്ത് ആവേശകരമായ വരവേൽപ്പ്. ജനങ്ങളിൽ ദേശസ്നേഹം ആഴത്തിൽ വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. എല്ലാവരും വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ പൌരന്മാർക്കുള്ള OCI മാനദണ്ഡങ്ങൾ കർശനമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ജമ്മുകശ്മീരിൽ ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അവയവദാന ദിനം. ബീഹാറിൽ കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വിവിധ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.